ഗീബത്ത് 3 തരത്തിലാണ്. ഒന്ന്, ഗീബത്ത് പറഞ്ഞിട്ട് ചിലയാൾ എന്താക്കും, എടാ ഗീബത്തല്ലേ ഹറാമല്ലേ എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയും ഉള്ളല്ലേ പറയുന്നത്. അതിന്റെ അർത്ഥം ഉള്ളത് പറയൽ ഹലാലാണ്, ഗീബത്തൊന്നാവില്ല. ഇവൻ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് ഈമാൻ തന്നെ നഷ്ടപ്പെടും. അവന്റെ കഴുത്തിൽ നിന്ന് ഈമാനിന്റെ മാല ഊരിയിട്ട് കുഫറിന്റെ മാല ഇട്ട് കൊടുത്തിട്ടാ മരിപ്പിക്കുക. കാരണം ഇസ്തിഹ്ലാലുൽ ഹറാം, എന്തേ, ഹറാമായ കാര്യത്തിനെ ഹലാലാക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്ത് ഉള്ളത് പറയ, എന്ത് ഗീബത്ത്, ഉള്ള പറയലൊന്നും പ്രശ്നമൊന്നുമില്ല, ഉള്ള എന്നല്ലേ പറയണത്. അത് ഭയങ്കര അപകടം. കാരണം ഫാസിഖ്, മുബ്തദി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടിട്ടുണ്ടാവും. മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് പോലുള്ള മുബ്തദീങ്ങൾ, വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ഫാസിഖീങ്ങൾ, ഇവരെ തുടർന്ന് നിസ്കരിക്കരുത്. ഒറ്റയ്ക്ക് നിസ്കരിക്കൽ വൽ ഇൻഫിറാദു അഫ്ളൽ, ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അവിടെ ശ്രേഷ്ഠത. അവർക്ക് സ്വന്തം മോളെ കെട്ടിക്കാൻ അർഹത ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഷാഫി ഫിഖ്ഹിൽ ഉണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ നോക്കിയാളുടെ ഈമാൻ നഷ്ടപ്പെടും. അവരോട് സലാം പറയൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച കാണാം. അവര് സലാം പറഞ്ഞാൽ മടക്കണോ വേണ്ടിയോ എന്ന് ഫിഖ് വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും ഗൗരവമുണ്ട് ഈ രണ്ട് വിഭാഗത്തോട്. ഇപ്പൊ എല്ലാവർക്കും ആൾക്കാരുടെ കയ്യടിയും ലൈക്കും വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനും കൂടണം എന്നതുകൊണ്ട് വിദഗ്ധകാരെയൊന്നും അങ്ങനെ പറയൂല ആരും. ഭയങ്കര പ്രശ്നം. അതിപ്പോ എല്ലാരും ഒന്നിച്ച് കൊണ്ടുപോകണ്ടേ എന്നുള്ള ഒരു ഭയങ്കര ലിബറൽ ചിന്താഗതി നമ്മളിലേക്ക് പതിയെ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. വിദഗ്ധകാരൻ നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്റി ആയിട്ട് എപ്പോഴും വിദഗ്ധകാരുണ്ടാവുള്ളൂ. റസൂലുള്ളാഹിന്റെ എതിരായിട്ടേ അവരുണ്ടാവൂ. നബി തങ്ങളെ പുകഴ്ത്തുന്ന മങ്കൂസ് മൗലിദ് ബുർദ പാടുണ്ടോ? പറ്റൂല. നബി തങ്ങളുടെ ഉപ്പിയുമ്മി നരകത്തിൽ, അവര് കാഫിരിങ്ങൾ. ഓഹോ, നബി തങ്ങളുടെ ജന്മദിനം പാടില്ല, ഘോഷയാത്ര തെറ്റാണ്, മധുര വിതരണം പാടില്ല. നബി തങ്ങൾ സാധാ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഇപ്പോൾ ഖബറിൽ മണ്ണായി പോയി. ഒരു ദിവസം 100 തെറ്റ് ചെയ്യും. ഫുള്ള് നബി തങ്ങളുടെ ആന്റി ഇവരുണ്ടാവുള്ളൂ. എന്നിട്ട് ഇപ്പൊ ഒരു നോട്ടീസ് ഇറക്കും, മുഹമ്മദ് നബി മാനവിക മനുഷ്യൻ മറിച്ചു. ഓഹോ, അതില് കുറെ ആൾക്കാർ വീണു പോകുക. എപ്പോഴും അവര് റസൂലുള്ളാഹിന്റെ എതിരെ ഉണ്ടാവും. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അവരെപ്പോഴും എതിരെ ഉണ്ടാവുള്ളൂ. അവരോട് ചേർത്ത് നിർത്തി പറയുന്ന ഒരു ടീമാണ് ഫാസിഖീങ്ങൾ. ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ തമ്മാടികൾക്ക് ഒരു ഉദാഹരണം പറയുന്നു. സദസ്സിനോട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഉദാഹരണം ഞാൻ പറയാം, വെറുതെ സമയം കളയണ്ട. എന്താ ഉദാഹരണം? കള്ളുകൂടി, പിന്നെ വ്യഭിചാരം, ഇതൊക്കെ പറയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റും ഉദാഹരണം പറയൂല. കാരണം നമ്മളാ അങ്ങനെ ഫാസിഖാവില്ല. നമ്മളെ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തെറ്റ് ഉദാഹരണം പറയൂല. അതങ്ങനെയുണ്ടാവും. ആരാണ് ഫാസിഖ്? വമാ യുളില്ലു ബിഹി, ഖുർആൻ കിട്ടിയിട്ടും നന്നാവാത്ത വിഭാഗം ഫാസിഖീങ്ങളാണ് എന്ന് സൂറത്തുൽ ബഖറ 26-ാമത്തെ ആയത്ത് പറഞ്ഞപ്പോ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബൈലാവി റഹിമഹുല്ലാ, ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റഹിമഹുല്ലാ, അവരൊക്കെ അവരുടെ തഫാസീറുകളിൽ പറയുന്നു 3 വിഭാഗമാണ് ഫാസിഖ്. ഒന്ന് അത്തഗാബി. തഗാബി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടും ഇടയ്ക്കിടെ ചെയ്യും മൂപ്പര്, അയാൾ ഫാസിഖാണ്. ആ കാര്യം തെറ്റാന്ന് മൂപ്പർക്ക് തന്നെ അറിയാം, എന്നാലും മൂപ്പര് യൂട്യൂബിൽ കയറിയിട്ട് അത് ചെയ്യും. അങ്ങനെ ചാറ്റിങ് നടത്തും. കുറെ തവണ നിർത്തിയിട്ടുണ്ട്, പിന്നെയും മൂപ്പര് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. 2 ദിവസം മുഹറം 9, 10 ഒക്കെ, പിന്നെ അതിന്റെ വോൾട്ടേജ് 2 ദിവസം ഒക്കെ, പിന്നെ വീണ്ടും മുഹറം 15 റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു വയൽ അടുത്ത വെറുതെ മജ്‌ലിസാറ്റം വരണം, പിന്നെയും തുടങ്ങും അടുത്ത. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇടയ്ക്കിടെ തെറ്റ് ചെയ്യുന്നവൻ ഫാസിഖാണ് എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കിയേ. നമ്മളെ മകൻ, നമ്മളെ മകൾ നമ്മളെ മുഖം നോക്കിയാൽ ഓർ ഈമാൻ തന്നെ പോയി പോകുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ എന്ത് ടോയ്സ് വാങ്ങി കൊടുത്തിട്ട് എന്താ കാര്യം? എന്ത് ചോക്ലേറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം?
നമ്മളെ തുടർന്ന് നിസ്കരിച്ചാൽ മഅ്മൂമീങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അല്ലാഹുവേ നീ നമ്മളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. 2 തെറ്റാണെന്നറിയാ മൂപ്പര് അത് സ്ഥിരം ചെയ്യും. ഈ ലവ് അഫെയർ, അഡിക്ഷൻ, ലഹരിയിൽ പെട്ടുപോവുക, ഇങ്ങനത്തെ തെറ്റൊക്കെ ഉണ്ടാവും. എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയാത്ത തെറ്റ് എന്നവർ വിചാരിക്കുന്ന തെറ്റ് സ്ഥിരം അത് ചെയ്യും. 3ാമത്തെ തെറ്റാണെന്നറിയാ മൂപ്പര് ചെയ്യുകയും ചെയ്യും. അതിനേക്കാൾ വലിയ അപകടമാണ് തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കും. എന്ത് ഉസ്താദ് ക്ലാസ്സിലെ പെൺകുട്ടികളെ കണ്ടൂടാന്ന്. ഒന്നുമില്ല, നിങ്ങളോട് മിണ്ടിന്. പിന്നെ എങ്ങനെ നമ്മൾ കോളേജിൽ പഠിക്കരുത്? എനിക്ക് തോന്നുന്നു ഉസ്താദ് നൈജീരിയ, നമീബിയ, ടാൻസാനിയയിൽ പോയി ജീവിച്ചോ? ഇവിടെ ഒന്നും ഉസ്താദ് ജീവിക്കരുത് കേട്ടോ. 3rd 4th ജനറേഷൻ കാലത്ത് സ്വന്തം ഭാര്യന്റെ അനിയത്തിനെ കാണാൻ പറ്റൂല. പക്ഷെ നമ്മളെല്ലാം ഒരു ചോരല്ലേ? അതിന് ആദ്യ നബി മുതൽ എല്ലാവരും ഓരോ ചോര തന്നെയല്ലേ? എല്ലാവരും കേട്ടു കണ്ടോ? തെറ്റ് എന്നിട്ട് ന്യായീകരിക്കുക. അല്ലട, നീ നിന്റെ ഭാര്യന്റെ അനിയത്തിനെ ബൈക്കിൽ കൊണ്ടുപോല ഹറാമല്ലടോ ഉസ്താദ്, നമ്മളൊരു ചോറ്. എങ്ങനെയുണ്ട്? തെറ്റ് എന്നിട്ട് ന്യായീകരിക്കുക. ഇവനെ വെറുതെ വിടാൻ പോകണം. ഇവൻ മരിക്കുമ്പോൾ ഈമാനിന്റെ മാല അവന്റെ കഴുത്തുനിന്ന് ഊരിയെടുത്ത് മലക്കൾ കുഫറിന്റെ മാല ഇട്ടുകൊടുത്ത് മരിപ്പിക്കും. അല്ലാഹ് നീ കാക്കണേ റഹ്മാനെ. ആ തെറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് 2 കാര്യങ്ങൾ. 1 തെറ്റിനെ ന്യായീകരിക്കുക, 2 തെറ്റിനെ പരസ്യമാക്കുക. ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടീന്റെ കല്യാണത്തിന് പോയിട്ട് ഒന്നിച്ചിന്ന് ഫോട്ടോ എടുക്കൽ ഹറാം. അത് സ്റ്റാറ്റസ് വെക്കല്, അത് ധിക്കാരാണ്. അത് അബ്അദു മിനൽ മഗ്ഫിറ. തെറ്റ് പുറത്തു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നതാണ്, എടോ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കടുപ്പാണ് തെറ്റ് ചെയ്യാൻ നിനക്ക് ചാൻസ് കിട്ടിയതിൽ നീ സന്തോഷിക്കല് എന്ന് പറഞ്ഞാല്. അതിനിപ്പോ എന്താ ഉദാഹരണം പറയല് റബ്ബേ? തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കടുപ്പാണ് തെറ്റ് ചെയ്യാൻ നിനക്ക് ഒരു ചാൻസ് കിട്ടുമ്പോ നിനക്ക് ഭയങ്കര സന്തോഷം. അതിന് ഉദാഹരണം എന്താ ഇപ്പൊ പറയാ? ഓളിനി ഓൺലൈനിൽ വരൂല എന്നെല്ലാം പറഞ്ഞു കൊറേ മിസ്സടിച്ച് നോക്കി, ഒരു നിലക്ക് എടുക്കണില്ല. ലാസ്റ്റ് ഉണ്ട് ഹായ് ഓൺലൈനിൽ, ഭയങ്കര ഹാപ്പി. ഫിലിം തിന്മ ഹറാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി, വൈഫൈ കട്ട. എന്താ ചെയ്യും? കറണ്ട് വന്ന് വേണമെങ്കിൽ ഈ മഹാൻ അൽഹംദുലില്ലാഹ് എന്നെല്ലാം ചെല്ലു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, തെറ്റ് ചെയ്യാൻ നിനക്ക് ചാൻസ് കിട്ടിയതിൽ നിനക്ക് മനസ്സിൽ ഹാപ്പി വരുന്നുണ്ടെങ്കിൽ എടാ നീ പേടിക്കണം, എവിടെയോ നിനക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്. യഹൂലു ബൈനൽ മർഇ വഖൽബി. പിന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വരത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ തെറ്റ് കുറേ ചെയ്താല് ഈ കൽബിൽ ഇങ്ങനെ കുറേ കറുത്ത കുത്ത് വീഴും. കറുത്ത കുത്ത് കുറെ വീണ് ഇനിയും തെറ്റ് ചെയ്താൽ കറുത്ത കുത്ത് വീഴാൻ സ്ഥലം ഉണ്ടാവില്ല, ഫുള്ളായിട്ടുണ്ടാവും. ടേബിൾ മേലേന് സ്ഥലമില്ല നോമ്പുറക്ക് കടി വെക്കാൻ. അപ്പോഴാണ് 2 സ്റ്റൂളിൽ ഫ്രൂട്ട്സ് താഴെ വെക്കല്. എന്തെങ്കിലും സ്പേസ് കിട്ടിയാൽ അലീസ മതിയോ എങ്കിൽ ഓക്കെ എന്നൊക്കെ പറയല്ലേ അല്ലേ? എന്ന പോലെ കറുത്ത കുത്ത് വീഴാൻ ഇനിയൊരു സ്ഥലമില്ല. എന്നിട്ട് കറുത്ത കുത്ത് വീഴാൻ സ്ഥലമില്ലാത്തോണ്ട് നേരത്തെ വീണ സ്ഥലത്ത് തന്നെ വീഴും കുത്തും. കല്ലബൽ റാന അലാ ഖുലൂബിഹിം. അവിടെ ഹൃദയം ടാർ കെട്ടിപ്പോകും. റോഡൊക്കെ പണി നടക്കുമ്പോഴുള്ള ടാർ ഉണ്ടല്ലോ, ഡ്രമ്മിൽ ടാർ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചാല് ഉള്ളിലേക്ക് വെള്ളം എത്തൂല. വെള്ളം എത്തുന്നില്ല, ഉള്ളിലേക്കൊന്നും കേറൂല. പണ്ടല്ല ത്വാഹ തങ്ങളെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരാറുണ്ട്. ഇപ്പൊ എന്താന്ന് അറിയില്ല ഉസ്താദേ, തങ്ങൾ മാറിയിട്ടൊന്നുമില്ല, പാട്ട് പോലെ ഉണ്ട്. പക്ഷെ അമ്മക്കൊരു പ്രശ്നം പറ്റിപ്പോയി. എന്തേ? ആ ഡോർ അങ്ങ് ക്ലോസ് ആയി. പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും കേറൂല. ഈ കരച്ചിലൊക്കെ വരാതിരിക്കല് ഭയങ്കരമായിട്ട് പേടിയോടെ കാണേണ്ടതാ. ഖസാവത്തുൽ ഖൽബ്, ഹൃദയം കഠിനമാവുന്നതിന്റെ അടയാളമാണത്. കരച്ചിൽ വരാതിരിക്കൽ. ഞാൻ അങ്ങനെ ഒന്നും കേട്ടാൽ അങ്ങനെ കരയാറില്ല എന്നൊക്കെ ചിലര് പറയും. അത് ഹൃദയം കഠിനമാവുന്നതിന്റെ അടയാളമാണ്. ഇത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഗീബത്താണ്. ഗീബത്ത് പറയുമ്പോൾ ഷാറാനി ഇമാം റഹിമഹുള്ളയുടെ കിതാബിൽ കാണാം, അവന്റെ ഹൃദയം തഖ്വയിൽ നിന്ന് പൊളിഞ്ഞു പോകും.
ഒരാളെ ഒന്നും പറയാൻ നിൽക്കരുത്. ഗീബത്ത് നമീമത്ത് നമ്മൾ മിണ്ടരുത്, കേൾക്കരുത്. ഒരാള് ആരെങ്കിലും വേറൊരാളെ കുറിച്ച് ഗീബത്ത് പറയുന്ന കേട്ടാല് ഉടനെ തന്നെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമുക്ക് സ്വർഗം ഉറപ്പായി. അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ റഅയ്തു സാനിയൻ, ഒരാള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടുപോയി എന്ന് കരുതുക, എങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ലസതർതുഹു ബിസൗബിൻ, ഒരു വസ്ത്രം എടുത്തിട്ട് വേഗം മറച്ചു പിടിക്കും. ഞാൻ അങ്ങോട്ട് നോക്കൂലെന്നല്ല പറയുന്നത്, ഈ കണ്ടത് ആരോടൊന്നും പറയൂലെന്നുമല്ല. ഇനി ഇതാരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. ഒരാളോട് മിണ്ടൂലെന്ന് മാത്രമല്ല, ഇതങ്ങോട്ട് ബ്ലോക്ക്. ഒരാളും ഇനി കാണണ്ട. നമ്മളോ പള്ളിയിലും മുമ്പര് ഉസ്താദ് ഒഴിവായതല്ല ഒഴിവാക്കിയതാന്നല്ല മറ്റു തുടങ്ങും ഗീബത്ത്. എവിടുന്ന വരുന്നത്? ദിക്റഹൽ കയറ്റ്. കാരണം കയറ്റുമതി ചെയ്തതാണെങ്കിൽ ഇറക്കുമതി ചെയ്യണമല്ലോ അല്ലെ. ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്, ആഖിറത്തിൽ കുടുങ്ങിപ്പോ. ഞാൻ ഒറ്റൊരു കാര്യം അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ആഖിറത്തിൽ ജസ്റ്റ് പാസ്സാന്ന് വിചാരിച്ചാല്, ഉദാഹരണത്തിന് 48 തിന്മയും 52 നന്മയും, ജസ്റ്റ് പാസ്സാണ്. കൂടുതൽ നന്മകളൊന്നുമില്ല, കൂടുതൽ നന്മകളില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നന്മ തിന്മ തൂക്കി 52 നന്മ, 48 തിന്മയും 52 നന്മയും. ഓക്കെ, ഹി ഹാസ് പാസ്ഡ്. ജസ്റ്റ് ആണെങ്കിലും വിജയിച്ചു. സിറാത്ത് പാലം കടന്നു. നന്മ തിന്മ തൂക്കി കഴിഞ്ഞ് സിറാത്ത് പാലം കടന്ന്, നന്മ കൂടുതലായതുകൊണ്ട് റിസ്ക് പിടിച്ചിട്ടാണെങ്കിലും വലത്തേ കയ്യിൽ കിതാബ് കിട്ടി. അങ്ങനെ സ്വർഗത്തിലേക്ക് നടക്കാനൊരുങ്ങുമ്പോൾ ഇപ്പൊ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം? എന്താ? നീ നിന്റെ ഭാര്യയോട് 2 തവണ 16 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ എന്നെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? 65 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ 2 സെക്കൻഡ് പറഞ്ഞ വർത്തമാനം കൊണ്ട് നമ്മളെ ജീവിതം തന്നെ ബാത്തിലായി പോകും. വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ഹദീസിൽ കാണാം. എന്താ ഉള്ളതെന്നറിയാം? ഒരാള് നന്മ ചെയ്ത് 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 സ്വർഗത്തിലേക്ക് ഇനി ഒരു മുഴം അല്ല, ഒരു ചാണയുള്ളൂ, ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച അയാൾ സ്വർഗത്തിലേക്ക് ഉറപ്പ്. ആ സമയത്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാക്കിന്റെ കാരണം കൊണ്ട് ബാക്കോട്ടേക്ക് വലിയുന്നത്. നിൽക്കരുത്, പാപ്പറായി പോവും ആഖിറത്തില്. എന്തിനധികം പറയുന്നു? ഒരു 50 പൈസ, ഒരു അര ദീനാറ് കൊടുക്കാനുണ്ടെങ്കിൽ 70 കൊല്ലത്ത് ഇബാത്ത കൊടുക്കേണ്ടത്. 70 കൊല്ലത്ത് ഇബാത്ത്. അള്ളാന്റെ അടിമകളെ തൊട്ട് കളിച്ച് അള്ള വെറുതെ വിടൂല. അള്ളയായിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ള പുറത്തു വരും, ശരി. പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ടാൽ അതൊരു നിലക്കും വിടൂല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ എന്റെ മകൻ എന്റെ ഡ്രസ്സില് കറിയോ മറ്റെന്തെങ്കിലും ഡ്രസ്സിന് ചേരാവുന്ന രീതിയിൽ എന്തോ മറിച്ചു എന്ന് കരുതുക. ആകെ ചേറായി, വെള്ള ഡ്രസ്സ് കൊളായി. ഇത് കണ്ടിട്ട് എന്റെ അയൽവാസികളായ 5-6 ആൾക്കാര് വന്നിട്ട് നമ്മളെ ഉസ്താദിന്റെ ഡ്രസ്സിന്റെ മേലെ നീ കറി മറിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ തല്ലാൻ നോക്കിയാൽ ഞാൻ എന്താ പറയല്? ഹലോ 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 5 ആളോടും വിട്ടോ, സ്ഥലം വിട്ടോ, വിട്, എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളും കേട്ടാ, ഹലോ വിട്ടോളി അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയല്? യെസ്. അള്ളാന്റെ അടിമകളെ വിഷയത്തിൽ ഹലോ നിങ്ങൾ വിട്ടോ, ഞാൻ എന്റെ അടിമകളെ നോക്കിക്കോളാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. മക്കളെ, നിങ്ങൾ പേടിക്കാൻ വേണ്ട, നിങ്ങൾ എന്നോട് തൗബ ചെയ്താൽ ഞാൻ തൗബ സ്വീകരിച്ചു തരാം. അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ള സ്വീകരിക്കും. തൗബ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അള്ള എന്തായാലും സ്വീകരിക്കും. ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം എന്ന് മാത്രം. അത് കുറെ അരമണിക്കൂർ 3/4 മണിക്കൂർ നേർക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. മനസ്സറിഞ്ഞിട്ട് ഒറ്റ വാക്ക്, എന്തിനൊരു വാക്കൊക്കെ വേണോ? മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വർത്താനം കൊണ്ട് പോയാൽ മതി. ചുണ്ടൻ അനക്കണമെന്നില്ല, ഉള്ളിൽ നിന്ന് യാ അല്ലാഹ് ഒന്ന് നന്നാവണല്ലോ എന്ന് മനസ്സറിഞ്ഞിട്ടാണ് പറയുന്നെങ്കിൽ അത് തന്നെയാ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ ചിലര് വിചാരിച്ചേക്കുന്നത് ഒരു 1/4 മണിക്കൂർ എന്തായാലും വേണം, ലൈറ്റ് ഓഫ് ആക്കൽ നിർബന്ധമാണ് അല്ലെ? ചില നോട്ടീസിലെല്ലാം കാണാം കൂട്ടക്കരച്ചിലും തൗബ സദസ്സും ഉണ്ടായിരിക്കുന്നതാണ്. അഭിനയം എന്നല്ലാതെ വേറെ നമ്മളെ ഉള്ളിൽ നിന്ന് ചോദിക്കുക. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ
കുടിച്ച് ലക്ക് ഇടുന്ന ഒരാള് ഇന്നും മദ്യപിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബോട്ടില് മദ്യം എടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു കണ്ടു. ഉമർ റളിയല്ലാഹു വരുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് പേടിയായിട്ട് ഈ മദ്യം വേഗം ഇയാൾ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഉമർ റളിയല്ലാഹു ഇയാൾ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു, എന്താടാ ഒരു കളിയുണ്ടല്ലോ നിനക്ക്, എന്താ നിന്റെ ഡ്രസ്സിന്റെ ഉള്ളില്? അത് എന്താ, അത് പറയടാ, അത് സുർക്കയാണെന്ന് പറഞ്ഞു. സുർക്കയാണെങ്കിൽ എന്തിനാ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യം? എടുക്കട പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സൊന്ന് പതറിപ്പോയി. ഇത് പുറത്തെടുത്താൽ ആകെ വഷളാവുമല്ലോ, ഉമർ തങ്ങൾ എന്നെ കൈകാര്യം ചെയ്യല്ലോ എന്നുള്ള പേടിയിൽ ഇയാൾ ഉടനെ തന്നെ രാജാവായ റബ്ബിനോട്, ആര് ഇന്നലെ വരെ കള്ളുകുടിച്ച, ഇന്ന് കള്ളുകുടിക്കാൻ ബോട്ടിൽ കരുതിയ ആ മനുഷ്യൻ അള്ളായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അല്ല അങ്ങനെ തങ്ങന്മാരും ഉസ്താമാരും മാത്രം അല്ലയൊന്നുമല്ല, നമ്മളെല്ലാരും അല്ല തന്നെ, നമ്മളല്ലാഹു. ഇയാൾക്ക് അറിയാതെ ഇയാൾ പറഞ്ഞു, അല്ലാഹ് പ്ലീസ് ഈ ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ കഴിച്ചിലാക്കണേ, രക്ഷപ്പെടുത്തണേ, ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, ഞാൻ അതിന് കള്ളു കുടിക്കൂല പ്ലീസ്. അല്ലടാ നീ എന്താ ഈ ചിന്തിക്കണം, പുറത്തെടുക്കടാ കള്ള് എന്ന് പറഞ്ഞു. കള്ള് നല്ല പുറത്തെടുക്കടാന്ന് പറഞ്ഞു. പുറത്തെടുക്കട എന്ന് പറയുന്നതിന്റെയും പുറത്തെടുക്കുന്നതിന്റെയും ഇടയിലുള്ള ഫ്യൂ സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഇയാളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് പോയ 2-3 ഒരു വാക്കുകളുണ്ട്, ഹൃദയത്തിന്റെ വാക്കുകൾ. അത് അവിടെ എത്തി, അള്ളാഹു സ്വീകരിച്ചു. ഇയാൾ പുറത്തെടുക്കുമ്പോൾ അള്ളാഹു അത് സുർക്കയാക്കി മാറ്റിയിട്ടുണ്ട്. ആത്മാർത്ഥതയോടെയാണെങ്കിൽ മതി, 2 വാക്ക് മതി. ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പ്രഭാഷണത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ തെറ്റിനെയോ നമ്മളെങ്ങാനും ട്രോളാൻ പോയാൽ പിന്നെ അല്ല വിടൂലട്ടാ. എന്റെ അടിമകളത്തോടെ നിങ്ങളാരാ? നീ ആരടാ? അത് അള്ളാഹുവിന്റെ അടിമകളെ തൊട്ട് കളിച്ചാൽ പിന്നെ അല്ല വിടൂല. അതുകൊണ്ട് മനുഷ്യരെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദിന് നിൽക്കരുത്. നമ്മുടെ അമലെല്ലാം ചോർന്നു പോകും. എന്തിനാ ഈ പറയണത്? നമ്മളെ നന്മകളെല്ലാം ഗീബത്ത് പറഞ്ഞാക്ക് കൊടുത്താൽ ഇനിയും ഗീബത്ത് പറഞ്ഞ ആൾക്കാര്, പറയപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരും വന്നിട്ട് പരാതി പറയുമ്പോൾ നമ്മുടെ ഏടിലേക്ക് വരും. എന്ത്? അവര് ചെയ്ത വ്യഭിചാരം, അവര് ചെയ്ത കള്ളുകുടിയൊക്കെ നമ്മളുടെ ഏടിലേക്ക് വരും. ജീവിതത്തിൽ ഒരു അന്യപെണ്ണിനെ പോലും നോക്കാത്ത ഹാജിയാരുടെ ഏടിൽ 18 വ്യഭിചാരവും 36 കള്ളുകുടിയെല്ലാം വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചില ആൾക്കാർ സുബീസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 2-3 ആൾക്കാർ ഒന്നിച്ചു പോകുമ്പോൾ പറയൂ, ഈ വീട്ടുകാർ സുബീക്ക് എണീച്ചിട്ടില്ല. എന്താ ഈ ചങ്ങന്മാരുടെ ആല്? 6 മണിക്ക് ജമാഅത്തായിട്ടും കൂടി ഇവരുടെ സുബി 5:45 കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് പറയും. ഈ 3 ആൾക്ക് എന്താ സംഭവിച്ചത്? ഇവരുടെ ഉറക്കും പോയി, സുബിയും പോയി. അച്ചങ്ങായി കുറക്കും കിട്ടി, സുബിയും കിട്ടി. പൊട്ടാ മദ് ലാസിമ്. എന്തൊരു മണ്ടത്തരായി ചെയ്യുന്ന പരിപാടി, എന്തൊരു പൊട്ടത്തരം നമ്മൾ ചെയ്യണത്, എന്താ ഈ ചെയ്യണത് നമ്മള്? അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി നന്ന നിനക്ക് ഗീബത്ത് പറയാൻ നിനക്ക് അത്രയും മുട്ടുന്നുണ്ടെങ്കിൽ ഉപ്പാനും ഉമ്മാനും പറഞ്ഞ മോനെ. എന്നാ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ചില നാട്ടിൽ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് വേറെ നാട്ടിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, ആ നാട്ടിൽ തന്നെ. എന്തപോലെ നിന്റെ നന്മ ഉപ്പാക്കും ഉമ്മാക്കും അല്ലേ കിട്ടുള്ളൂ, പുറത്തു പോകില്ലല്ലോ, എന്നാ അവിടെ നിന്നോട്ടെ. അതൊരു ഇന്റലക്ച്വലി ഡിഫൻസ് ആയിട്ട് പറഞ്ഞതാ. നമ്മൾ മനുഷ്യന്മാരെ തൊട്ട് കളിക്കരുത്. നമ്മൾ ഈമാൻ ചോർന്നു പോകുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ കാമിലാക്കി തെരുമാറാവട്ടെ. അത് മഹബത്തുണ്ടാവുമ്പോഴാണ് ഈമാൻ കാമിലാവും. തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ മഹബത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മഹബത്ത് ഇങ്ങനെ കുറയും. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും, മഹബത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ അൻവാറുൽ മുഹമ്മദിയയിൽ വിശദീകരിക്കുന്നതാണ്.